മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിലേക്കുള്ള വാഹനക്കടത്ത് തടയുന്നതിൽ മോട്ടോർ വാഹന വകുപ്പ് നേരിടുന്നത് വൻ പ്രതിസന്ധി. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പഴയ വാഹനങ്ങളുടെ പൂർണ്ണമായ വിവരങ്ങൾ പോലും മോട്ടോർ വാഹന വകുപ്പിൽ ലഭ്യമല്ല. ഭൂട്ടാൻ വാഹനക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാർട്ട് മൂവിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നീക്കം തുടങ്ങി. 2006 മുതലാണ് സംസ്ഥാനത്ത് വാഹന രജിസ്ട്രേഷൻ ഉൾപ്പെടെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് മാറ്റിയത്. രാജ്യത്ത് ആദ്യം എന്ന രീതിയിൽ കൊണ്ടുവന്ന ഡിജിറ്റലൈസേഷൻ പക്ഷേ തുടക്കത്തിലെ പാളി. 2008 മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഈ സർക്കുലർ പരിശോധിച്ചാൽ ഇക്കാര്യം മനസ്സിലാകും. സ്മാർട്ട് മൂവിലേക്ക് കൂടുതലായി ഡാറ്റ എത്തിയതോടെ സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുവെന്നും ഇതിനാൽ ഇതിനൊപ്പം നൽകിയ പട്ടികയിലെ വിവരങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും സർക്കുലർ നിർദ്ദേശിക്കുന്നു. ഡിലീറ്റ് ചെയ്യുന്ന വിവരങ്ങൾ CD-യിലേക്ക് മാറ്റി സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. 2008 ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയെങ്കിലും അന്ന് ഡിലീറ്റ് ചെയ്ത മിക്ക വിവരങ്ങളും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ കൈവശമില്ല. അതിനേക്കാൾ ഗുരുതരമാണ് നിലവിലെ പ്രതിസന്ധി. 2019 സ്മാർട്ട് മൂവിന്റെ പ്രവർത്തനം മോട്ടോർ വാഹന വകുപ്പ് അവസാനിപ്പിക്കുന്നത്. രാജ്യത്തൊട്ടാകെ വാഹന രജിസ്ട്രേഷനും ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതും ഏകീകരിക്കാൻ കേന്ദ്ര സർക്കാർ പരിവാഹൻ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നതോടെയാണ് സ്മാർട്ട് മൂവ് നിർത്തിയത്. എന്നാൽ സ്മാർട്ട് മൂവിലെ വിവരങ്ങൾ ഇപ്പോഴും പൂർണ്ണമായും തിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. ഇതോടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത പഴയ വാഹനങ്ങളുടെ കൃത്യമായ വിവരങ്ങൾ പോലുമില്ലാതെ വട്ടം കറങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ഭൂട്ടാൻ വാഹനക്കടത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ വിവരങ്ങൾ തിരിച്ചെടുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് ശ്രമം തുടങ്ങിയത്. അപ്പോഴും 2006 മുൻപുള്ള വാഹനങ്ങളുടെ കാര്യത്തിൽ പ്രതിസന്ധി തുടരും. എന്തുകൊണ്ട് അത്യാഡംബര വാഹനങ്ങൾ നിയമങ്ങൾ കാറ്റിൽ പറത്തി ഇവിടേക്കെത്തിച്ച് ഉപയോഗിക്കുന്നു എന്നതിന്റെ തെളിവുകളാണിത്. കേന്ദ്ര സർക്കാർ ഏകീകൃത സംവിധാനം കൊണ്ടുവരുന്നതുവരെ കുത്തഴിഞ്ഞ സംവിധാനങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇതുതന്നെയാണ് വാഹനക്കടത്ത് സംഘങ്ങൾ മുതലെടുത്തതും. തിരുവനന്തപുരത്ത് നിന്നും R. രാജീവ്, ജനം. വിവരങ്ങളുമായി R. രാജീവ് തന്നെ തത്സമയം ചേരുന്നുണ്ട്. രാജീവ്, ഈ വാഹനക്കടത്ത് തടയാൻ മോട്ടോർ വാഹന വകുപ്പിന് കഴിയുന്നില്ല. വലിയൊരു പ്രതിസന്ധിയാണ്. അതായത് പഴയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്താൽ അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ പോലും ലഭ്യമാകുന്നില്ല എന്നാണ്. അതായത് ഒന്നിനും ഒരു രേഖയുമില്ല എന്നർത്ഥം. കൃഷ്ണരാജ്, തീർച്ചയായും മോട്ടോർ വാഹന വകുപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഗുരുതരമായ പിഴവുകൾ തന്നെയാണ് നമ്മുടെ ഈ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് 2006 മുതൽ ഇങ്ങോട്ടുള്ള വാഹനങ്ങളുടെ പഴയ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കൃത്യമായി മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൈവശമില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. 2006 മുമ്പ് ഫയലുകളായാണ് ഈ രജിസ്ട്രേഷൻ ആയാലും ലൈസൻസുകളായാലും സൂക്ഷിച്ചിരുന്നെങ്കിൽ 2006 മുതലാണ് സംസ്ഥാനത്ത് ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയത്. അന്ന് സംസ്ഥാന സർക്കാർ അവകാശപ്പെട്ടിരുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഡിജിറ്റലൈസേഷൻ മോട്ടോർ വാഹന വകുപ്പിൽ നടപ്പാക്കുന്നത് എന്നാണ്. സ്മാർട്ട് മൂവ് എന്ന് പേര് നൽകിക്കൊണ്ടായിരുന്നു ഇത്തരമൊരു ഡിജിറ്റലൈസേഷൻ നടപ്പാക്കിയത്. ഈ സ്മാർട്ട് മൂവിലേക്ക് വാഹനങ്ങളുടെ വിവരങ്ങൾ നൽകണമെന്ന നിർദ്ദേശം മോട്ടോർ വാഹന വകുപ്പ് നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലൈസൻസുകളുടെ വിവരങ്ങളുമൊക്കെ ഈ സ്മാർട്ട് മൂവിലേക്ക് നൽകിക്കൊണ്ടായിരുന്നു പ്രവർത്തനം മുന്നോട്ട് പോയത്. എന്നാൽ ഈ ഡിജിറ്റലൈസേഷൻ നടപ്പാക്കി 2 വർഷത്തിനകം തന്നെ ഇത് പൂർണ്ണമായും പാളുന്ന ഒരു സാഹചര്യമായി. 2008 മോട്ടോർ വാഹന വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവ് നമ്മൾ ഇതിനൊപ്പം കൊടുത്തിട്ടുണ്ട്. ആ ഉത്തരവിൽ തന്നെ കൃത്യമായി പറയുന്നതനുസരിച്ചാണെങ്കിൽ സ്മാർട്ട് മൂവിലേക്ക് എത്തുന്ന ഡാറ്റയുടെ എണ്ണം വളരെയധികം വർദ്ധിക്കുന്നു. അതുകൊണ്ട് ചില ഡാറ്റകൾ ഡിലീറ്റ് ചെയ്യേണ്ടി വരും എന്ന നിർദ്ദേശമാണ് ജില്ലാ തലത്തിലേക്ക് RTOമാർക്ക് നൽകിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ തലത്തിൽ RTOമാരുടെ നേതൃത്വത്തിൽ വാഹന രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലൈസൻസ് നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ ചിലത് ഡിലീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത് CD-യിൽ സൂക്ഷിക്കണമെന്ന നിർദ്ദേശവും ആ ഘട്ടത്തിൽ നൽകിയിരുന്നു. എന്നാൽ ഇത് പൂർണ്ണമായും നടപ്പായില്ല. ഇതാണ് മോട്ടോർ വാഹന വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത്. അതായത് 2006 മുതൽ ഇങ്ങോട്ടുള്ള വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ പരിശോധിക്കുകയാണെങ്കിൽ മിക്ക വാഹനങ്ങളുടെയും രജിസ്ട്രേഷൻ ഇപ്പോൾ ലഭ്യമാകാത്ത ഒരു സാഹചര്യമാണ്. ഇതിനുശേഷമാണ് ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടായത്. അതായത് 2019 ഈ സ്മാർട്ട് മൂവിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. ആ സമയത്താണ് കേന്ദ്ര സർക്കാർ ഏകീകൃത സംവിധാനം കൊണ്ടുവന്നത്. അതായത് രാജ്യത്തൊട്ടാകെ വാഹനങ്ങളുടെ രജിസ്ട്രേഷനും ലൈസൻസ് നൽകുന്നതുമൊക്കെ ഏകീകരിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമായിരുന്നു കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ഇതിനായി പരിവാഹൻ സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ പരിവാഹനിലേക്ക് കേരളം ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളും മാറി. 2016, 17, 18 കാലയളവിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശം കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയതാണ്.
എന്നാൽ കേരളം മാത്രം ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ വരുത്തി 2016 മുതൽ ഇങ്ങോട്ട് ഈ പരിവാഹനിലേക്ക് മാറാനുള്ള ശ്രമം നടത്തണമെന്ന നിർദ്ദേശമുണ്ടായിരുന്നെങ്കിലും അതും കൃത്യമായി പാലിക്കപ്പെട്ടില്ല. ഇതോടെ നിരവധി വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച രേഖകളില്ലാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 90% വരെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ച രേഖകൾ ലഭ്യമാകുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ വാഹനക്കടത്ത് സംഘങ്ങൾക്ക് ഇത് എത്രത്തോളം ഗുണം ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്ക് വാഹനങ്ങൾ എത്തിക്കുകയും വ്യാജരേഖകൾ ഉണ്ടാക്കിക്കൊണ്ട് വാഹന രജിസ്ട്രേഷൻ ഉൾപ്പെടെ നിർമ്മിക്കാനും കഴിയും എന്ന അവസ്ഥയാണ്. അതായത് ഒരു വാഹനം പുറത്തിറങ്ങുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയാണെങ്കിൽ ഇത് കൃത്യമാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു സാഹചര്യം സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഏതായാലും 2006 മുതൽ ഇങ്ങോട്ടുള്ള കാര്യം ഇങ്ങനെയാണെങ്കിൽ 2006 മുമ്പ് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങളുടെ കാര്യത്തിൽ ഒരു തരത്തിലുള്ള രേഖകളും ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൈവശമില്ല എന്നതാണ് വസ്തുത. അതായത് ഏതെങ്കിലും വാഹനം ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ എത്തുമ്പോൾ വ്യാജരേഖയാണോ എന്ന് കണ്ടെത്താൻ കഴിയില്ല, വ്യാജ രജിസ്ട്രേഷൻ ആണോ എന്ന് കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്തേക്ക് കൂടുതലായി ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വാഹനങ്ങൾ എത്തുന്നതും അതിവിടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഉപയോഗിക്കുന്നത്. അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വാഹനം ഇവിടേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ചട്ടം. ആ ചട്ടം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ആ ചട്ടം അനുസരിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് വ്യാജ രജിസ്ട്രേഷൻ ആണോ എന്ന് കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന് നിലവിൽ കഴിയുന്നില്ല. ആ രീതിയിലുള്ള വലിയ പ്രതിസന്ധി ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നേരിടുകയാണ്. 2006 നടപ്പാക്കിയ ഡിജിറ്റലൈസേഷൻ പാളിയതാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പരിശോധനകൾ നടന്നില്ല. ഏതായാലും ഇപ്പോൾ ഭൂട്ടാനിൽ നിന്നുള്ള വാഹനങ്ങൾ പിടികൂടിയൊരു പശ്ചാത്തലത്തിൽ കസ്റ്റംസ് മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം നൽകിയിരുന്നു, കത്ത് നൽകിയിരുന്നു, ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വേണമെന്ന്. ഈ ഒരു പശ്ചാത്തലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ സ്മാർട്ട് മൂവിൽ നിന്നുള്ള വിവരങ്ങൾ പൂർണ്ണമായും ശേഖരിക്കാൻ നിലവിലിപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ശ്രമം തുടങ്ങിയിരിക്കുന്നത്. അതനുസരിച്ചുള്ള സജ്ജീകരണങ്ങൾ നിലവിൽ മോട്ടോർ വാഹന വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി എത്രത്തോളം ഈ സ്മാർട്ട് മൂവിൽ നിന്നും ഡേറ്റ ലഭിക്കും എന്നത് വലിയ ആശങ്കയായി തന്നെ നിലനിൽക്കുകയാണ്. കൃഷ്ണരാജ്.